ദേവാമൃതം ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് ഇടവമാസം 31 തീയതി, അതായത് 2017 ജൂൺ മാസം 14 തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 23 നാഴിക തിരുവോണവും ബാക്കി അവിട്ടവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് ഉപദേശിച്ചു തരുവാനും അതോടൊപ്പം തന്നെ ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെയായി നമുക്ക് ഇന്നത്തെ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ശർമാജി. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാനപ്പെട്ട ശർമാജി, എൻ്റെ ഏക മകൻ വിഷ്ണുവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഈ കത്ത്. ആദ്യമായി ശർമാജിക്കും അവതാരക സോണിയാജിക്കും ദേവാമൃതം പ്രോഗ്രാമിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഈ പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ വിജയകരമായി എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഏറെ നന്ദി. എൻ്റെ മകൻ ജനിച്ചത് സിസേറിയൻ പ്രസവം വഴിയാണ്. അവൻ്റെ ജനന സമയവും മറ്റു ഡീറ്റെയിൽസും ഇതിനോടൊപ്പം അയക്കുന്നു. മകൻ കഴിഞ്ഞ വർഷം PG മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി 6 മാസമായി പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. മോൻ്റെ ജാതകത്തിൽ സഞ്ചാരയോഗമുണ്ട് എന്ന് നോക്കിച്ചപ്പോൾ പറഞ്ഞു. ശരിയാണോ? ഇപ്പോൾ അവൻ മാർക്കറ്റിംഗ് ലൈനിൽ ജോലി ചെയ്യുന്നു. എപ്പോഴും യാത്രയാണ്. മകൻ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയും ശ്രമിക്കുന്നു. ജാതകപ്രകാരം അവന് എവിടെയാണ് ജോലി പറഞ്ഞിരിക്കുന്നത്? നാട്ടിൽ ജോലി കിട്ടുമോ അതോ വിദേശവാസമാണോ? അവൻ്റെ വിവാഹം, ഉദ്യോഗം, ആരോഗ്യം എന്നിവയെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നു എന്ന് A. നായർ, ശ്രീനിലയം, ഹരിപ്പാട്, ആലപ്പുഴ. സദാസഞ്ചാര യോഗം എന്ന ഒരു യോഗം ജാതകത്തിലുണ്ട്. സദാസഞ്ചാര യോഗം എന്ന് കേൾക്കുമ്പോൾ തന്നെ സദാസമയവും സഞ്ചാരം ചെയ്ത് ഉപജീവനം നടത്തേണ്ടതായ യോഗം. നടന്ന് ജോലി ചെയ്യുന്നവരാകാം, വാഹനത്തിൽ ജോലി ചെയ്യുന്നവരാകാം, പ്ലെയിനിൽ ജോലി ചെയ്യുന്നവരാകാം, ട്രെയിനിൽ ജോലി ചെയ്യുന്നവരാകാം, മാർക്കറ്റിംഗ് വിഷയത്തിൽ ജോലി ചെയ്യുന്നവരാകാം. ഏതായിരുന്നാലും ഇദ്ദേഹം എപ്പോഴും യാത്രയിലാണ് എന്ന് തന്നെ കാണുന്നല്ലോ. അതാണ് അനുഭവം ഗുരു എന്ന് പറയുന്നത്. സത്യസന്ധമായിട്ട് ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്താൽ ഇത് കറക്റ്റ് തന്നെയാണ്. ഇത് കൂടുതൽ പഠിക്കുക, ആത്മാർത്ഥമായിട്ട് അത് കൈകാര്യം ചെയ്യുക. അപ്പോൾ അത് ശരിയായിട്ട് തന്നെ വരും. സത്യശാസ്ത്രത്തിൽ പെടുന്നത് തന്നെയാണ്. ദൈവത്തിൻ്റെ ഒരു അരിത്തമറ്റിക്കും മാത്തമറ്റിക്കും ഒക്കെയാണ്. എന്തായിരുന്നാലും സദാസഞ്ചാര യോഗം ഉണ്ട്. ലഗ്നം 12 ശനി ബലവാനായി നിൽക്കുന്നത് കൊണ്ട്, 12ാം ഭാവത്തിൽ ദോഷമാണെങ്കിലും ശനിക്ഷേത്രത്തിൽ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് ജന്മരാജ്യം വെടിഞ്ഞിടും. ജന്മരാജ്യം വിട്ടും ജന്മസ്ഥലം വിട്ടും ജന്മവീട് വിട്ടും ഉദ്യോഗം അന്യമാൻ്റെ രാജ്യത്ത് വച്ചായിടും. അന്യരാജ്യത്ത് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് സെക്ഷനിലോ അതുപോലെ തത്തുല്യമായ ഏതെങ്കിലും ഉദ്യോഗം സദാസഞ്ചാര യോഗമായിട്ട് അവിടെയും യാത്രകൾ തന്നെ ധാരാളമായിട്ട് അതിൽ എക്സിക്യൂട്ടീവ് പദവിയിൽ വരെ എത്താനുള്ള രാജയോഗം വരെ എത്താനുള്ള യോഗം ജാതക നിലയിലുണ്ട്. ഇതൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള രാജയോഗം, വസ്തു, ഗ്രഹം, വാഹനം, ഭൗതിക സമ്പത്തുകൾ, യഥാസമയത്തുള്ള വൈവാഹിക ബന്ധം, ഇപ്രകാരമെല്ലാം ഒന്നിനും ക്ലേശിക്കേണ്ടി വരുന്നതായി കാണുന്നില്ല. അതാത് സമയങ്ങളിൽ വേനൽക്ക് വേനൽ, മഴക്കാലത്ത് മഴ, മഞ്ഞുകാലത്ത് മഞ്ഞ്, വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശിശിരം, ഇങ്ങനെ ഋതുഭേദങ്ങൾ എന്ന് പറഞ്ഞ പോലെ യഥാസമയത്ത് എന്താണോ വേണ്ടത് അതെല്ലാം നടപടിയിൽ വരുന്ന ഒരു ജാതക നിലയാണ്. അതിനകത്ത് പ്രത്യേകം ദുഃഖിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. സദാസഞ്ചാര യോഗം ഉണ്ട്. മറ്റു പല യോഗങ്ങളും കൂടിയുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും വലിയ പദവിയിൽ ഇരിക്കുവാനുള്ള യോഗങ്ങളും, ശിക്ഷകണങ്ങൾ അല്ലെ അസിസ്റ്റൻ്റുമാർ ഒക്കെ വരാനും, ഭാവിയിൽ വിദേശത്തേക്ക് പോകുവാനും, അത് പ്രത്യേകിച്ച് 2020 വിദേശത്തേക്ക് എത്തുവാനും, നല്ല പദവി, നല്ല ശമ്പളം, വൈവാഹിക യോഗങ്ങൾ, ഇപ്രകാരമുള്ള യോഗങ്ങളൊക്കെ വരാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. എങ്കിലും വ്യാഴഗ്രഹം അഷ്ടമത്തിൽ, അതായത് 8ാം രാശിയിൽ നിൽക്കുന്നത് കൊണ്ട്, ഗുളികൻ്റെ ദൃഷ്ടി കൂടെ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് ഏതിനും എന്തിനും തടസ്സവും തർക്കവും ആയി അപ്പാടെ അവസാനിപ്പാൻ എളുതല്ല കേൾക്കനീ. എളുതല്ല എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. തർക്കവും തടസ്സവും അത് ഉദ്യോഗത്തിനും ഭാഗ്യത്തിനും വിവാഹത്തിനും ഇദ്ദേഹം എടുത്തിരുന്ന ഡിഗ്രിക്കും എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും കാലതാമസവും. ഇന്ന് കിട്ടേണ്ടത് മറ്റന്നാളാകുക, മറ്റന്നാൾ കിട്ടേണ്ടത് പിറ്റേ ആഴ്ചയാകുക. എല്ലാത്തിനും വച്ചു നീട്ടും. ഭാഗ്യം പോലും വൈകിയെത്തും. അതായത് വെച്ച് നീട്ടുന്ന ഭാഗ്യങ്ങൾ വൈകിയേ എത്തുള്ളൂ. എല്ലാത്തിനും ഒരു കാലവിളംബരം ഉണ്ടാകുക. ഇങ്ങനൊരു ദോഷം ജാതക നിലയിലുണ്ട്. ഇതിനും വ്യാഴപ്രീതി തന്നെയാണ് വരുത്തേണ്ടത്. വ്യാഴപ്രീതി എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണൻ
ശ്രീരാമൻ, നരസിംഹസ്വാമി, അതുപോലെ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തി, അവതാരപുരുഷന്മാരുടെ വ്യാഴാഴ്ച ദിവസം ക്ഷേത്രത്തിൽ ദർശനം, പുഷ്പാർച്ചന, മഞ്ഞപ്പെട്ട് ദാനം ചെയ്യുക, കനക പുഷ്യരാഗം ധരിക്കുക. മഞ്ഞപ്പുഷ്യരാഗം, വെള്ളപ്പുഷ്യരാഗം, കനകപുഷ്യരാഗം, ഇതെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി. പുരുഷരത്നം, വലം ചുഴി, വലത്തെ മോതിരവിരലിൽ നല്ലത് സെലക്ട് ചെയ്യുക. ഒരു 18 ദിവസം മകൻ്റെ പേരും നക്ഷത്രവും ചേർത്ത് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷാത് സഹസ്രപാൽ സഭൂമിം വിശ്വതോ ഭൃത്വ അത്യധിഷ്ഠദശാൻകുലം പുരുഷയേ വേദം സർവം യൽഭൂതം യച്ച ഭൗവ്യം ഉദാമൃതത്വശേഷാനോ യതന്മേനാതിരോഹതി ഏതാവാനസ്യ മഹിമ ജയശ്ച പുരുഷ പാദോസ്യ വിശ്വഭൂതാനി പ്രഭാതസ്യാമൃതം ദിവി. അമൃതം ദിവി ഇപ്രകാരം തുടങ്ങുന്ന പുരുഷ സൂക്തം എന്ന പരിവർത്തന വിധേയമാവുന്ന വൈഷ്ണവ പ്രതീകങ്ങളായ ഈ സൂക്തങ്ങളെ കൊണ്ട് ഹോമവിധികൾ ചെയ്ത് കനകപുഷ്യരാഗം എന്ന രത്നം സ്ഥിരമായി ധരിക്കുക. കാലാകാലങ്ങളിൽ യഥേഷ്ടം നടക്കേണ്ടതായ സൗഭാഗ്യം, മംഗളം, വസ്തു, ഗ്രഹം, ഭൗതിക, ആത്മീയ, ഭാഗ്യ നേട്ടങ്ങളെല്ലാം യഥാസമയത്ത് തന്നെ കിട്ടുവാനും വ്യാഴം അനുഗ്രഹിച്ച് നിൽക്കുവാനും ഈ പറഞ്ഞ പ്രതിവിധികൾ ചെയ്ത് കുറച്ചു കാലം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ അനുകൂലമെങ്കിൽ വീണ്ടും ഞങ്ങൾക്ക് കത്തെഴുതുക. ജ്യോതിഷഭക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും സർ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങളും സംശയ ദൂരീകരണവും ഉറപ്പിക്കുക.